ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ? ചിലപ്പോൾ വാർത്ത വായിക്കാൻ, അല്ലെങ്കിൽ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങാൻ, ചിലപ്പോൾ കൂട്ടുകാരുമായി ചാറ്റ് ചെയ്യാൻ. ഈ വെബ്സൈറ്റുകൾ തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ പേജുകളില്ലേ, അതിന്റെ പിന്നിൽ എന്തൊക്കെ ടെക്നോളജികളാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ കാണുന്ന ആ ഭംഗി, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരുന്നത്, അതിനൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ. അപ്പോൾ നമ്മളിന്ന് ആ ഒരു ലോകത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കാൻ പോവാണ്. ഞങ്ങളുടെ ചാനലായ ചാം കോഡിൽ ഞങ്ങൾ ഇടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം സൂപ്പർ സിമ്പിൾ ഡെവ് എന്ന യൂട്യൂബ് ചാനലാണ്. സൈമന്റെ ചാനല് വളരെ നല്ല കണ്ടന്റാണ്. അതെ, അതിൽ സൈമൺ ഫ്രണ്ട് എൻഡ് ടെക്നോളജികളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലെ ആശയങ്ങൾ, ഒരുപക്ഷേ അതിൻ്റെ ഒരു മലയാളം രൂപം അല്ലെങ്കിൽ ഒരു വിശകലനം, അതാണ് നമ്മൾ ഇന്ന് ലക്ഷ്യമിടുന്നത്. ഓക്കെ, നമുക്ക് ഏതൊരു വെബ്സൈറ്റിനെയും ശരിക്കും രണ്ടായിട്ട് തിരിക്കാമല്ലോ. ഒന്ന്, അതായത് ഉപയോക്താക്കൾ കാണുന്ന ഭാഗം, ഫ്രണ്ട് എൻഡ്. മറ്റൊന്ന്, ആ ഡേറ്റയൊക്കെ സൂക്ഷിക്കുന്ന, പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഭാഗം, ബാക്ക് എൻഡ്. ഇപ്പം ആമസോണിൽ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റ്, അതൊക്കെ സേവ് ആവുന്നത് ബാക്ക് എൻഡിലാണ്. ശരിയാണ്. ആ ഓർഡർ പ്രോസസ് ചെയ്യുന്നതും പേയ്മെന്റ് കൈകാര്യം ചെയ്യുന്നതുമെല്ലാം ബാക്ക് എൻഡിന്റെ പണിയാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഈ ഫ്രണ്ട് എൻഡിൽ മാത്രമാണ്. അതായത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ആ പേജ്, ചിത്രങ്ങൾ, ടെക്സ്റ്റ്, ബട്ടണുകൾ, അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സൈമൺ വീഡിയോയിൽ പറയുന്നത് പോലെ എല്ലാം തുടങ്ങുന്നത് ഒരു ഒഴിഞ്ഞ പേജിൽ നിന്നാണ്, അല്ലേ? അവിടെ ആദ്യം വേണ്ടത് ഉള്ളടക്കമാണ്. അതെ, കണ്ടന്റ്. അതിനാണ് നമ്മൾ HTML ഉപയോഗിക്കുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇപ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഇഷ്ടിക വെച്ച് ചുമറ് കെട്ടുന്ന പോലെ. ഒരു ബേസിക് സ്ട്രക്ചർ. അതെ. പേജിൽ എന്ത് കാണിക്കണം, തലക്കെട്ട് വേണോ, പാരഗ്രാഫ് വേണോ, ചിത്രം, ലിങ്ക്, ബട്ടൺ, ഇതെല്ലാം നമ്മൾ HTML കോഡ് ഉപയോഗിച്ചാണ് ചേർക്കുന്നത്. P ടാഗ് പാരഗ്രാഫിന്, IMG ടാഗ് ചിത്രത്തിന്, ബട്ടൺ, അങ്ങനെ ഓരോന്നിനും ഓരോ ടാഗ്. കൃത്യമായി. അപ്പം നമ്മൾ കൂടുതൽ HTML കോഡ് എഴുതുന്തോറും പേജിൽ കൂടുതൽ സാധനങ്ങൾ വരും. ഒരു ലോഗിൻ പേജ് ആണെങ്കിൽ യൂസർ നെയിം ഫീൽഡ്, പാസ്വേഡ് ഫീൽഡ്, ലോഗിൻ ബട്ടൺ എല്ലാം HTML ആണ്. ശരിയാണ്. HTML വെച്ച് ആ ഘടനയുണ്ടാക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണത്? HTML മാത്രം ഉപയോഗിച്ച ആ പേജ് കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല. എല്ലാം വെറുതെ ഒന്നിനു താഴെ ഒന്നായിട്ട് വരും. സാധാരണ വെബ്സൈറ്റ് പോലെ ആയിരിക്കില്ല. ശരിയാണ്. ഒരു സ്റ്റൈലുമില്ലാത്ത പോലെ. അതെ, അവിടെയാണ് നമ്മുടെ അടുത്ത ആള് വരുന്നത്. CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. അതെ, CSS. ഇത് വെബ് പേജിന് മേക്കപ്പ് ചെയ്യുന്ന ആളാണെന്ന് പറയാം, അല്ലേ? HTML ചേർത്ത ആ ഘടകങ്ങൾക്ക് ഒരു രൂപവും ഭാവവും കൊടുക്കുന്നത് CSS ആണ്. കൃത്യം. നിറം കൊടുക്കുക, വലിപ്പം മാറ്റുക, ഫോണ്ട് മാറ്റുക, സ്ഥാനം മാറ്റുക, ഇതൊക്കെ CSSന്റെ പണിയാണ്. നേരത്തെ പറഞ്ഞ ലോഗിൻ ബട്ടണ് ഒരു നീല നിറം കൊടുക്കണമെങ്കിൽ CSS വേണം. ടെക്സ്റ്റ് ബോക്സിനൊരു ബോർഡർ കൊടുക്കാൻ, എല്ലാത്തിനെയും പേജിന്റെ നടുക്ക് കൊണ്ടുവരാൻ, ഇതിനൊക്കെ CSS നിയമങ്ങൾ എഴുതണം. ഉദാഹരണത്തിന്, ബട്ടണ് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ എന്നെഴുതിയാൽ ബട്ടണിന്റെ പിന്നിലെ നിറം നീലയാകും. അപ്പോൾ HTML ഉള്ളടക്കവും CSS സ്റ്റൈലും ചേരുമ്പോൾ പേജിനൊരു രൂപമാകും. ശരി. അപ്പോൾ HTML വെച്ച് സാധനങ്ങൾ വെച്ചു, CSS വെച്ച് ഭംഗിയാക്കി. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്റ്റാറ്റിക് പേജുണ്ട്. കാണാൻ കൊള്ളാം. പക്ഷേ വെബ്സൈറ്റ് അങ്ങനെയല്ലല്ലോ. നമ്മളതിൽ ക്ലിക്ക് ചെയ്യും, ടൈപ്പ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. അതെ, ഒരു ഇന്ററാക്ഷൻ വേണം. ഉദാഹരണത്തിന്, ഒരു ഷൂ വിൽക്കുന്ന പേജ്. പല നിറത്തിലുള്ള ഷൂസുണ്ട്. എനിക്ക് ചുവപ്പ് മാത്രം കാണണം. ഞാൻ റെഡ് എന്ന ബട്ടണിലോ ചെക്ക് ബോക്സിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ മാറ്റം വരണം. മറ്റുള്ളവയൊക്കെ പോയിട്ട് ചുവപ്പ് മാത്രം കാണിക്കണം. അതെ. ഇത് HTMLും CSSും മാത്രം വെച്ച് നടക്കുവോ? ഇല്ല. അവിടെയാണ് മൂന്നാമത്തെ പ്രധാനി, ജാവാസ്ക്രിപ്റ്റ് വരുന്നത്. ഓക്കെ. HTML കണ്ടന്റ് തന്നു, CSS സ്റ്റൈൽ തന്നു. ജാവാസ്ക്രിപ്റ്റാണ് അതിന് ജീവൻ കൊടുക്കുന്നത്, അതിന് ഇന്ററാക്റ്റീവ് ആക്കുന്നത്. അതായത് യൂസറുടെ പ്രവൃത്തികളോട് പ്രതികരിക്കാൻ സഹായിക്കുന്നു. അതെ. ക്ലിക്കു ചെയ്യുമ്പോൾ, മൗസ് നീക്കുമ്പോൾ, കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ പേജിൽ മാറ്റങ്ങൾ വരുത്താൻ ജാവാസ്ക്രിപ്റ്റിന് പറ്റും. ഷൂസിന്റെ ഉദാഹരണത്തിൽ റെഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ഓടി മറ്റുള്ള ഷൂസിനെ മറയ്ക്കുകയും ചുവപ്പിനെ കാണിക്കുകയും ചെയ്യും. ഈ മാറ്റങ്ങൾ വരുത്താൻ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് HTML ഘടകങ്ങളെ കണ്ടുപിടിക്കുന്നതും നിയന്ത്രിക്കുന്നതും? അവിടെ DOM എന്നൊരു സംഭവമില്ലേ, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ.
ഡോം വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. ബ്രൗസർ ഒരു HTML പേജ് ലോഡ് ചെയ്യുമ്പോൾ അതിനെ ഒരു മരം പോലത്തെ ഘടനയിലെ മെമ്മറിയിൽ സൂക്ഷിക്കും. അതാണ് ഡോം. ഓക്കെ, ഈ ഡോം വഴി ജാവാസ്ക്രിപ്റ്റിന് HTML-ലെ ഓരോ എലമെന്റിനെയും ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെ കണ്ടുപിടിക്കാം, അതിന്റെ സ്റ്റൈല് മാറ്റാം, ഉള്ളിലെ ടെക്സ്റ്റ് മാറ്റാം, പുതിയ എലമെന്റ് ചേർക്കാം, ഉള്ളതിനെ കളയാം, എല്ലാം പറ്റും. അപ്പോ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിങ് ഇൻ എന്നാക്കി മാറ്റുന്നത് ജാവാസ്ക്രിപ്റ്റ് ഡോം വഴി ആ ബട്ടൺ എലമെന്റിന്റെ ടെക്സ്റ്റ് മാറ്റുന്നതാണ്. അതെ, എക്സാക്ട്ലി. ജാവാസ്ക്രിപ്റ്റ് ഡോം API ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടിസ്ഥാനം HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇത് വെച്ച് ഒരുവിധം കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ വലിയ വെബ് ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഡോം നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് കുറച്ച് പണിയാണെന്ന് കേട്ടിട്ടുണ്ട്. പണിയാണ്, ഒരുപാട് കോഡ് എഴുതേണ്ടി വരും. പ്രത്യേകിച്ച് ഡേറ്റ മാറുമ്പോൾ പേജിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വരുത്തേണ്ട സിറ്റുവേഷനിൽ. ഒരു സോഷ്യൽ മീഡിയ ഫീഡൊക്കെ ആലോചിച്ച് നോക്കൂ. പുതിയ പോസ്റ്റ് വരുന്നു, ലൈക്ക് കൂടുന്നു, കമന്റ് വരുന്നു. അതെ, അപ്പൊ അതിനനുസരിച്ച് പേജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം ജാവാസ്ക്രിപ്റ്റ് വെച്ച് നേരിട്ട് ഡോമിൽ മാറ്റം വരുത്തുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാവും. അവിടെയാണോ ഈ റിയാക്ട്, ആംഗുലാർ, വ്യൂ പോലുള്ള ഫ്രെയിംവർക്കുകൾ വരുന്നത്? അതെ, റിയാക്ട് JS, ആംഗുലർ, വ്യൂ JS ഇവയൊക്കെയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്കുകളും ലൈബ്രറികളും. ഇവയുടെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡോം മാനിപ്പുലേഷനെക്കുറിച്ച് അധികം തലപുകയ്ക്കേണ്ടി വരില്ല. ഓഹോ, അതെങ്ങനെയാണ്? നമ്മൾ ഫ്രെയിംവർക്കിനോട് പറയും, എന്റെ ഡേറ്റ ഇതാണ്, ഈ ഡേറ്റ വെച്ച് UI പേജ് ഇങ്ങനെ കാണിക്കണമെന്ന്. ഡേറ്റ മാറുമ്പോൾ ഫ്രെയിംവർക്ക് തന്നെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഡോമിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കോളും. അത് കൊള്ളാമല്ലോ. അപ്പോ നമ്മുടെ കോഡ് കുറച്ചുകൂടി സിമ്പിളാവും, ഓർഗനൈസ്ഡ് ആവും. കോഡിനെ ചെറിയ, പുനരുപയോഗിക്കാൻ പറ്റുന്ന കഷ്ണങ്ങളാക്കി കോമ്പണൻസ് മാറ്റാനും ഈ ഫ്രെയിംവർക്കുകൾ സഹായിക്കും. ഇത് വലിയ ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുന്നത് എളുപ്പമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഫ്രെയിംവർക്കുകൾ ജോലി എളുപ്പമാക്കി. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് എന്ന ഭാഷയ്ക്ക് തന്നെ ചില പ്രശ്നങ്ങളില്ലേ? വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ കോഡ് ഓർഗനൈസ് ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ് പണ്ട് ചെറിയ സ്ക്രിപ്റ്റിങ്ങിനാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ വലിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമ്പോൾ ചില പോരായ്മകൾ കാണും. അതിലൊന്നാണ് ഈ കോഡ് ഓർഗനൈസേഷൻ. എല്ലാ കോഡും ഒരു ഫയലിൽ ഇടാൻ പറ്റില്ലല്ലോ. ഇല്ല, അതിനെ പല ഫയലുകളായി തിരിക്കണം, മോഡ്യൂളുകളായിട്ട്. ജാവാസ്ക്രിപ്റ്റിൽ ഇതിനുള്ള സംവിധാനം തുടക്കത്തിൽ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. ഇതിനെ സഹായിക്കാനാണ് ബണ്ട്ലറുകൾ വന്നത്. വെബ് പാക്ക്, അതാണോ ഈ ബണ്ട്ലർ? അതെ, വെബ് പാക്കാണ് ഏറ്റവും പോപ്പുലർ. പാർസൽ, റോളപ്പ് ഒക്കെ വേറെയുണ്ട്. നമ്മൾ കോഡിനെ പല ഫയലുകളാക്കി എഴുതും. ലോഗിൻ ലോജിക് ഒരു ഫയലിൽ, പ്രൊഫൈൽ പേജ് വേറൊന്നില്, അങ്ങനെ. ഈ ഫയലുകൾ തമ്മിൽ ബന്ധമുണ്ടാവും. വെബ് പാക്ക് ഈ ഫയലുകളെയെല്ലാം അനലൈസ് ചെയ്ത്, ഒപ്റ്റിമൈസ് ചെയ്ത് ഒന്നോ രണ്ടോ ഫയലുകളാക്കി മാറ്റും, ഒരു ബണ്ടിലാക്കും. എന്നിട്ട് ആ ബണ്ടിൽ ഫയലാണ് നമ്മൾ വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്നത്. അതെ, ഇത് കോഡ് ഓർഗനൈസ് ചെയ്യാനും പേജ് ലോഡിംഗ് സ്പീഡ് കൂട്ടാനും സഹായിക്കും. ജാവാസ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് വേറൊരു പേര് കേൾക്കുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണല്ലോ. അതൊരു ട്രാൻസ്പൈലർ ആണെന്നും പറയുന്നു. അതെന്താണ് സംഭവം? ജാവാസ്ക്രിപ്റ്റിൽ ടൈപ്പുകളില്ല, അതായത് ഡൈനാമിക് ടൈപ്പിംഗ് ആണ്. ഒരു വേരിയബിൾ നമ്പറാണോ ടെക്സ്റ്റ് ആണോ എന്നൊന്നും നമ്മൾ മുൻകൂട്ടി പറയുന്നില്ല. ശരിയാണ്. ഇത് ചെറിയ കോഡിൽ കുഴപ്പമില്ല, പക്ഷെ വലിയ പ്രൊജക്റ്റിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ടൈപ്പ് സ്ക്രിപ്റ്റ് എന്തു ചെയ്യുന്നു വെച്ചാൽ, ജാവാസ്ക്രിപ്റ്റിന് മുകളിൽ ഒരു ടൈപ്പ് സിസ്റ്റം കൊണ്ടുവരും. നമ്മൾ കോഡ് എഴുതുമ്പോൾ തന്നെ ടൈപ്പുകൾ കൊടുക്കണം. അപ്പൊ തെറ്റിരൻ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതെ, കോഡ് എഴുതുമ്പോൾ തന്നെ. പക്ഷെ ബ്രൗസറിന് ടൈപ്പ് സ്ക്രിപ്റ്റ് അറിയില്ല, അതിന് ജാവാസ്ക്രിപ്റ്റ് മതി. അപ്പോ ട്രാൻസ്പൈലർ, ടൈപ്പ് സ്ക്രിപ്റ്റ് കമ്പൈലർ അല്ലെങ്കിൽ ബേബിൾ ഈ ടൈപ്പ് സ്ക്രിപ്റ്റ് കോഡിനെ സാധാരണ ജാവാസ്ക്രിപ്റ്റ് ആക്കി മാറ്റും. അതാണ് ട്രാൻസ്പൈലിംഗ്. ഓ, ബേബിൾ പുതിയ ജാവാസ്ക്രിപ്റ്റ് ഫീച്ചറുകളെ പഴയ ബ്രൗസറിന് മനസ്സിലാവുന്ന രീതിയിലാക്കാനും സഹായിക്കുമല്ലോ. തീർച്ചയായും, അതും ബേബിളിന്റെ ഒരു പ്രധാന ഉപയോഗമാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഇതൊക്കെയാണ് സഹായികൾ. ഇതുപോലത്തെ പ്രശ്നങ്ങൾ CSS-ലും ഉണ്ടാവുമല്ലോ. കോഡ് ഓർഗനൈസേഷൻ, ചില ഫീച്ചറുകളുടെ കുറവ് ഉണ്ടായിരുന്നു. വലിയ CSS ഫയലുകൾ കൈകാര്യം ചെയ്യാൻ പാടായിരുന്നു. ഒരേ കളർ കോഡ് തന്നെ പലയിടത്തും എഴുതേണ്ടി വരും. കോഡിനെ ചെറിയ ഫയലുകളാക്കാൻ പറ്റില്ലായിരുന്നു. അതിനുള്ള പരിഹാരം? അതാണ് CSS പ്രീപ്രോസസറുകൾ. SAS അല്ലെങ്കിൽ SCSS, ലെസ് ഒക്കെയാണ് പ്രധാനം. SAS, സിന്റാക്ടിക്കലി ഓസം സ്റ്റൈൽ ഷീറ്റ്സ്. അതെ,
ഇത് സാധാരണ CSSന് കൂടുതൽ കഴിവുകൾ കൊടുക്കുന്നു. വേരിയബിൾസ് ഉപയോഗിക്കാം. കളർ കോഡ് ഒരു വേരിയബിളിൽ വെച്ച് പലയിടത്തും ആ വേരിയബിൾ വിളിച്ചാൽ മതി. ഹോ, അത് കൊള്ളാം. പിന്നെ നെസ്റ്റിംഗ് പറ്റും. HTML പോലെ CSS റൂൾസും ഒന്നിനുള്ളിൽ ഒന്നായി എഴുതാം. മിക്സിനുകൾ ഉപയോഗിച്ച് കോഡ് റീയൂസ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് പോലെ തന്നെ CSSനെയും പല ഫയലുകളാക്കി ഓർഗനൈസ് ചെയ്യാം. എന്നിട്ട് അവസാനം ഇതിനെ സാധാരണ CSS ആക്കി മാറ്റും. അതെ, ഒരു പ്രീ പ്രോസസർ ടൂൾ അത് ചെയ്തോളും. നമ്മൾ സാസ് കോഡ് എഴുതുന്നു, ടൂൾ അതിന് സാധാരണ CSS ആക്കുന്നു. ബ്രൗസറിന് CSS മതി. ഈ പ്രീ പ്രോസസറുകൾ വന്നതുകൊണ്ടാണ് ബൂട്ട്സ്ട്രാപ്പ്, ടെയിൽവിൻ CSS പോലുള്ള CSS ഫ്രെയിംവർക്കുകൾ ഇത്രയും പോപ്പുലറായത്. അതെന്താണ് CSS ഫ്രെയിംവർക്ക്? മറ്റാരോ എഴുതി വെച്ച ഒരു കൂട്ടം CSS ക്ലാസുകളും സ്റ്റൈലുകളുമാണ്. സാധാരണ വേണ്ടിവരുന്ന ബട്ടൺ സ്റ്റൈൽ, ഫോം സ്റ്റൈൽ, ഗ്രിഡ് ലേഔട്ട് ഒക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ HTML-ൽ ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന്, ഒരു ബട്ടണ് നല്ല സ്റ്റൈൽ കിട്ടാൻ ബട്ടൺ ക്ലാസ് BTN പ്രൈമറി എന്നെഴുതിയാൽ മതിയാകും ബൂട്ട്സ്ട്രാപ്പിൽ. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ എളുപ്പമായി, സമയം ലാഭം. അതെ, ബേസിക് സ്റ്റൈലിങ്ങിന് ഒരുപാട് സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡിലെ പ്രധാന കാര്യങ്ങളും സഹായികളുമൊക്കെ കണ്ടു. HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ഫ്രെയിംവർക്കുകൾ, ബണ്ട്ലറുകൾ, ട്രാൻസ്പൈലറുകൾ, പ്രീ പ്രോസസ്സറുകൾ, CSS ഫ്രെയിംവർക്കുകൾ, ഇതെല്ലാം യൂസർ കാണുന്ന പേജുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ ഫ്രണ്ട് എൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ബാക്ക് എൻഡിലേക്ക് എത്തുന്നത്? ആമസോൺ ഓർഡർ ഉദാഹരണം തന്നെ. പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡേറ്റ എന്റെ ബ്രൗസറിൽ നിന്ന് ആമസോണിന്റെ സെർവറിലേക്ക് എങ്ങനെ പോകും? അതിനും ജാവാസ്ക്രിപ്റ്റിൽ വഴിയുണ്ട്. സാധാരണയായി HTTP റിക്വസ്റ്റുകൾ വഴിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. HTTP റിക്വസ്റ്റ്സ്? അതെ. പേജിലുള്ള ജാവാസ്ക്രിപ്റ്റ് കോഡിന് ബ്രൗസറിന്റെ സഹായത്തോടെ ബാക്ക്എൻഡ് സെർവറിലെ ഒരു നിർദ്ദിഷ്ട URL-ലേക്ക് API എൻഡ് എന്ന് പറയും ഒരു മെസ്സേജ് അയക്കാം. ഓക്കെ. ആ മെസ്സേജിൽ ഓർഡർ വിവരങ്ങളുണ്ടാവും. ആ URL-ൽ ഈ മെസ്സേജ് പ്രതീക്ഷിച്ചിരിക്കുന്ന ബാക്ക്എൻഡ് സിസ്റ്റം അതിനെ സ്വീകരിക്കും, പ്രോസസ് ചെയ്യും, എന്നിട്ടൊരു മറുപടി തിരിച്ചു ഫ്രണ്ട് എൻഡിലേക്ക് അയക്കും. ഓർഡർ സക്സസ് ആയി എന്നോ മറ്റോ? അതെ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതും. ഈ മെസ്സേജ് അയക്കാനും വാങ്ങാനും ജാവാസ്ക്രിപ്റ്റിൽ എന്താണ് ഉപയോഗിക്കുന്നത്? XML HTTP റിക്വസ്റ്റ് എന്ന് പണ്ട് കേട്ടിട്ടുണ്ട്. XML HTTPR അഥവാ XHR ആയിരുന്നു പണ്ടത്തെ പ്രധാന ആള്. ഏജാക്സ് എന്ന ടെക്നോളജിയുടെ ഭാഗമായി വന്നതാണ്. പേജ് മുഴുവൻ റീലോഡ് ചെയ്യാതെ ബാക്ക്എൻഡുമായി സംസാരിക്കാൻ ഇത് സഹായിച്ചു. പക്ഷെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നല്ലേ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഭാഗ്യത്തിന് ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുള്ള വഴികളുണ്ട്. ഫെച്ച് API ആണ് അതിലൊന്ന്. ഫെച്ച്? അതെ, ഇത് മിക്കവാറും എല്ലാ പുതിയ ബ്രൗസറുകളിലുമുണ്ട്. ഫെച്ച് വെച്ച് വളരെ സിമ്പിളായി HTTP റിക്വസ്റ്റ് അയക്കാം, റെസ്പോൺസ് എടുക്കാം. ആക്സിയോസ് പോലുള്ള ലൈബ്രറികളുമുണ്ട്. അത് കുറച്ചുകൂടി ഫീച്ചറുകൾ തരും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഫ്രണ്ട് എൻഡ് ഉണ്ടാക്കാൻ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ആണ് കോർ. അതെ, അതാണ് അടിസ്ഥാനം. ബാക്കിയുള്ള ഫ്രെയിംവർക്കുകൾ, ബാൻഡ്ലറുകൾ, പ്രീ പ്രോസസ്സറുകളൊക്കെ ഈ അടിസ്ഥാന കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എളുപ്പമാക്കാനും വലിയ പ്രോജക്റ്റുകൾ മാനേജ് ചെയ്യാനും സഹായിക്കുന്നു. ശരിയാണ്. സൈമൺ സൂപ്പർ സിമ്പിൾ ഡെവല് പറയുന്നതും ഈ ഒരു ഫ്ലോ തന്നെയാണ്. ഈ ടൂൾസ് എല്ലാം ഡെവലപ്പറുടെ ലൈഫ് ഈസിയാക്കാനാണ് പ്രധാനമായും സഹായിക്കുന്നത്. നിങ്ങളിത് കേട്ടപ്പോൾ ഇതിൽ എത്രയെണ്ണത്തിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നോ? സാധാരണ യൂസർ ആണെങ്കിൽ പോലും ഒരു വെബ്സൈറ്റ് പതുക്കെയാണ് ലോഡാവുന്നതെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് ബണ്ടിലിങ്ങിലോ ഫ്രെയിംവർക്ക് ഉപയോഗത്തിലുള്ള പ്രശ്നമാവാം എന്ന് ഊഹിക്കാമല്ലോ. തീർച്ചയായും. പിന്നെ ഒരു കാര്യം കൂടി പറയണം. എന്താണ്? ഈ ഫ്രണ്ട് എൻഡ് ലോകമുണ്ടല്ലോ, അത് ഭയങ്കര ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ റിയാക്ട്, ആംഗുലർ, വ്യൂ, വെബ്പാക്ക്, ടൈപ്പ്സ്ക്രിപ്റ്റ്, സാസ് ഒക്കെ ഇന്ന് പോപ്പുലറാണ്. പക്ഷെ നാളെ ചിലപ്പോൾ പുതിയ ടെക്നോളജി വരും, ഇതിലും നല്ലത്. പുതിയ ഫ്രെയിംവർക്ക്, പുതിയ ടൂൾസ് എല്ലാം വരാം. അപ്പൊ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അതെ, ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ കോണ്ടിന്യൂസ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്ഡേറ്റഡ് ആയിരിക്കണം. ശരിയാണ്, ആ മാറ്റം തന്നെയാണ് ഇതിനെ രസകരമാക്കുന്നതും. അപ്പോ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജികളൊക്കെ വെച്ചാണ് ഇന്നത്തെ വെബ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാളത്തെ വെബ് എങ്ങനെയായിരിക്കും? അതൊരു നല്ല ചോദ്യമാണ്. ചിലപ്പോ ഇതിലും സിമ്പിളായ പക്ഷെ പവർഫുള്ളായ ടൂൾസ് വരുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത പുതിയ വഴികൾ വരുമായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാമല്ലേ? അതെ, കാത്തിരുന്ന് കാണാം.